തുടർച്ചയായി മൂന്നാം തവണയും ഡൽഹിയിൽ കോൺഗ്രസിന് 0 സീറ്റാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായി മൂന്നാമത്തെ പരാജയം കൂടിയാണ് ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹിയിലുമായി. ഇനി ആ പ്രതിപക്ഷ നേതൃസ്ഥാനവും ചുമന്ന് പ്രതിപക്ഷ നേതാവായ അദ്ദേഹം അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ലോക്സഭയിൽ? അദ്ദേഹം എന്ന് പറയുന്ന ആര്? രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് ഇല്ലല്ലോ ഇവിടെ. അതാണ് അതിന് കുഴപ്പം പറ്റുന്നതും. ഇതെന്തിനു വേണ്ടിയാണ് ഈ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. അതിന് മുമ്പ് തന്നെ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ഇത് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞെന്നേ. ഇത് പിരിച്ചു വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് BJPയുടെ കൈകൊണ്ട് തന്നെ ചാവാനിടയാകുമെന്നുള്ളതാണ്. ചാവാനിടയെന്നല്ല, ചത്തു. ഇതിനെ ഇനി എടുത്ത് BJPയുടെ ഐശ്വര്യമാണല്ലോ എല്ലാ സംസ്ഥാനത്തും BJPക്ക് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുക. ആകെ ഒരു പച്ച തുരുത്തുള്ളത് ഇവിടെയാണ്. അത് CPMന്റെ ആയാലും ഒരു ചെറിയ തുരുത്ത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ കേരളമാണ് മുഴുവൻ ഈ രണ്ടുപേരുടെയും BJP തീർത്ത് വിട്ടിരിക്കുന്ന രണ്ടുപേരുടെയും ആശ്വാസ ഇടമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓർക്കണം, BJP ഡൽഹിയിൽ നേടിയിരിക്കുന്ന വിജയം ആം ആദ്മിയെ മാത്രം പരാജയപ്പെടുത്തിയല്ല, കോൺഗ്രസിനെ അങ്ങേയറ്റം പരാജയപ്പെടുത്തി. കോൺഗ്രസിൻ്റെ ഓരോ തവണത്തെയും വോട്ട് വിഹിതം നോക്കണം, വളരെ കുറവാണ് 2015-ലും 2020 എടുക്കുമ്പോൾ. മറിച്ച് BJPയുടെ വോട്ട് വിഹിതം, അവരുടെ സീറ്റും നോക്കണം. ഏറ്റവും അവസാനം മുൻകാലങ്ങളിൽ ദയനീയമായി തന്നെ BJP പരാജയപ്പെടുമ്പോൾ വോട്ട് ഷെയറിന് വലിയ പ്രശ്നങ്ങളില്ല, വരുന്നില്ല. അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് വരുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടില്ലേ, അവർക്ക് അത്തരത്തിലുള്ള സംവിധാനമുണ്ട്. RSS എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് തരത്തിൽ മുമ്പോട്ട് പോകണം, ഒരു മണ്ഡലം എടുത്താൽ തന്നെ ആ മണ്ഡലത്തിൽ ഏത് തരത്തിലായിരിക്കണം പ്രവർത്തനം എന്നുള്ളത്. ഇപ്പോൾ 2026 അല്ലെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ അവർ വലിയ മാസ്റ്റർ പ്ലാനും മുന്നൊരുക്കവുമാണല്ലോ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളല്ല അവരുടെ കണക്കിലുള്ളത്, 27 ജില്ലകളുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ വിഭജിച്ച് മുമ്പോട്ട് പോകുന്നത് മറ്റൊന്നിനുമല്ല, കാര്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി തന്നെയാണ്. കേരളത്തിൽ പതിയെയല്ലേ കയറി വരുന്നത്. അപ്പം ഇതുപോലെ ഈ രാഹുൽ ഗാന്ധിക്ക് ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും, ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും കേരളത്തിൽ വന്ന് മത്സരിക്കുമെന്ന് നമ്മളാരും സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നാണം കെട്ട് തോറ്റ് തുന്നമ്പാടി ഗതിയില്ലാതല്ലേ വയനാട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്, ചേട്ടനെ അനിയത്തിയും കൂടെ. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് കോൺഗ്രസിൻ്റെ നിർത്തിയാലും ജയിക്കുന്ന ഇടം തന്നെയാണ്. ഓരോ പാർട്ടിക്കും ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന ഇടമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് കോൺഗ്രസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ എപ്പോഴും കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ സംശയമുണ്ട്. ലീഗ് ഏതായാലും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ വോട്ട് മുഴുവൻ അവിടെ കിട്ടുകയാണ്. അങ്ങനെ ഉറപ്പിച്ചാണല്ലോ 2019 കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് MP ആയി പോയത്. എന്തിനു വേണ്ടിയാണ്? 2019 പപ്പു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും. അപ്പോൾ എന്തായാലും ഒരു പ്രധാന വകുപ്പ് തന്നെ കൈയാളുമെന്നും പറഞ്ഞാണ് കുഞ്ഞാലിക്കുട്ടി പോയത്. കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. തിരിച്ച് അതേ വേഗതയിൽ തന്നെ തിരികെ വന്നു. ഇവിടെ വന്ന് നിയമസഭയിൽ മത്സരിച്ചു. 21 ഇവിടെ ഉപമുഖ്യമന്ത്രിയാകാമെന്ന്, അതും നടന്നില്ല. ഇനിയിപ്പോൾ 26 അത് വേറെ വിഷയം ആവട്ടെ. അപ്പം രാഹുൽ ഗാന്ധിയുടെ സ്ഥിതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ തട്ടകം അല്ലേ, അവിടം കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വിജയിച്ചു പോയിരിക്കുന്നത്. ഈ വയനാട് മണ്ഡലത്തെ ഒരു കാര്യം വേണ്ട തരത്തിലോട്ട് നോക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് 2019 വൻ തോൽവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് രാഹുൽ ഗാന്ധി? നേരെ എന്ത് ചെയ്തു? കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊന്നും എനിക്ക് വേണ്ട അല്ലേ, എനിക്കിതിൻ്റെ അകത്ത് ഒരു പദവി ഏറ്റെടുക്കാൻ വയ്യെന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് നേരെ ഇദ്ദേഹം വിദേശത്തെങ്ങാണ്ട പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് അതിനു മുമ്പ് ഇറ്റലി, ഇവർക്ക് അവരുടേതായ കുറെ സങ്കേതങ്ങളുണ്ട്. ഇടയ്ക്ക് തന്നെ സമാനമായ വിവാദം ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാം സന്ദർശിച്ചു. ഇത് കെട്ടടങ്ങിയില്ല. അതിനു മുമ്പ് ഒന്ന് ആലോചിക്കണം, മൻമോഹൻ സിംഗിനോട് കാണിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു ബില്ല് വലിച്ചു കീറി ഇട്ടതുമൊക്കെ ആ മനുഷ്യനോട് ചെയ്തത്. ആ മനുഷ്യൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു? പപ്പു എവിടെ നിൽക്കുന്നു? പപ്പു നെഹ്റു കുടുംബത്തിലുള്ള ഒരാളെന്ന് മാത്രം. യഥാർത്ഥത്തിൽ എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്ന എന്താ? പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് എന്താ ചെയ്തത്? നമ്മുടെ രാജ്യത്തിനെ മുഴുവൻ കുറ്റം പറഞ്ഞ് വിദേശത്ത് നടക്കുകയല്ലേ. അപ്പോൾ ഈ ഖാലിസ്ഥാൻ ഒരു തീവ്രവാദി
കാനഡയിൽ കുഴപ്പം ഉണ്ടാക്കുന്നില്ല. അയാളും രാഹുൽ ഗാന്ധിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ലാതെ എന്നല്ല തെളിയുന്നത്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക വിദേശങ്ങളിൽ ചെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ രാഹുൽ ഗാന്ധി ഇനി പുതിയ ഉണർവായിരിക്കും, മോദിയെ മലർത്തിയടിക്കുമെന്നായിരുന്നു ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നത്. അതെ. പക്ഷെ ഇപ്പോൾ എന്നും അടിവാങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഹരിയാനയിലും വാങ്ങി, മഹാരാഷ്ട്രയിലും വാങ്ങി, ഇപ്പോൾ ഡൽഹിയിലും വാങ്ങി. മഹാരാഷ്ട്രയിലെ തോൽവി എന്ന് പറയുന്നത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയാണ് കാര്യങ്ങളൊക്കെ നോക്കി. ചെന്നിത്തല ആകെ നാശകോടാലിയായിട്ടാണ് തിരികെ വരുന്നത്. അല്ല, അത് ഇനി പറയുമോ യന്ത്രത്തിന് തകരാർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത്? ഇവിടെ തന്നെ ഡൽഹിയിലെ യന്ത്രത്തിന് തകരാർ വരുമോ എന്ന് പരിശോധിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനത്തിന് ഇതൊക്കെ അറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ ആദ്മി, ഡൽഹിയിൽ എന്തായാലും അവർ പ്രധാന കക്ഷി തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ആ ആദ്മിയുമായിട്ട് സഹകരിച്ച് എന്തുകൊണ്ട് BJP എതിരിടാൻ പറ്റുന്നില്ല? ഇവിടെ ഇടതുപക്ഷം വേറെ നിൽക്കുന്നു, പിന്നെ കോൺഗ്രസ് വേറെ നിൽക്കുന്നു, ആ ആദ്മി വേറെ നിൽക്കുന്നു. പക്ഷേ ആ ആദ്മിയെ സഹായിച്ച അത് പറയുമ്പോൾ ഇപ്പോൾ ഈ വിജയത്തിൽ അവസാന കണക്കനുസരിച്ച് BJPയും AAPയും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം വെറും 3% മാത്രമാണ്. പക്ഷെ കോൺഗ്രസിനാണെങ്കിൽ 7% വോട്ടും ഉണ്ട്. അതിന് ഇവർ ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ മറ്റൊരു ഒരു ചിത്രം മാറുമായിരുന്നു. ഇപ്പൊ തന്നെ ആം ആദ്മിയുടെ കൂടെ നിന്നത് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ NCPയും ഇവർക്കാണ്, ആം ആദ്മിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അവരൊന്നും അവിടെ അധികം ഇല്ല. പക്ഷേ അവര് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എന്തായാലും കോൺഗ്രസിന് അവിടെ വേരോട്ടം ഇല്ല. 2015 സീറ്റില്ല, 2020 സീറ്റില്ല. അത് ഇപ്പോഴും തുടർന്നു. പിന്നെ 2020 BJPക്ക് 8 സീറ്റാണ്. അതിൽ നിന്നാണ് ഈ കുതിച്ചിപ്പോൾ 48 നിൽക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇനി വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 48-50 BJPക്ക് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ച് പോകുന്നതല്ലേ അദ്ദേഹത്തിന് ചെയ്യേണ്ടത്? ഈ പണി രാഹുൽ ഗാന്ധിക്ക് പറ്റിയതല്ല. പ്രതിപക്ഷമെന്നല്ല, നേതാവെന്നല്ല, MP പണിയും പറ്റത്തില്ല. ഈ ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എവിടെങ്കിലും വിദേശത്തോ മറ്റോ എങ്ങാനും പോയി ഉണ്ടുറങ്ങി സുഖമായിട്ട് ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളെയൊക്കെ സേവിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി ഈ എന്തിനാ വെറുതെ ഇല്ലാതാക്കുന്നത്? രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പണമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പിരിച്ചെടുത്ത പണമല്ലേ? അതൊക്കെ എന്തിനാണ് നശിപ്പിക്കുന്നത്? വേറെ ആർക്കെങ്കിലും കൊടുക്കുക. കോൺഗ്രസിൽ പല കഴിവുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ ഇല്ലാതാവും. രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്നത് വേറെ കുറേ ആൾക്കാരുണ്ട്. പാർലമെന്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അല്ലെ, ഞാൻ ചോദിച്ചോട്ടെ, ഇദ്ദേഹം എന്നാ ആദ്യം വരുന്നത്? 2014 വന്നതല്ലേ? 2002 മുതൽ ഇങ്ങോട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് പോലും ഭാവി പ്രധാനമന്ത്രിയാകുന്നത് 2014. 2000 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പാർലമെന്റ് നടപടികളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. കൊടിക്കുന്നിൽ സുരേഷും ഈ കഴിഞ്ഞ ലോക്സഭയിൽ നാം പരിശോധിക്കുമ്പോഴറിയാം ഏറ്റവും കുറവ് ഈ ഹാജരുള്ള ഏത് ലോക്സഭയിലാണെങ്കിലും ഇപ്പോൾ ഇതിനു മുമ്പുള്ള 2019 14 2009 എല്ലാ തുടർച്ചയായി നോക്കിയാൽ ഏറ്റവും ആ സമയത്തെ ഏറ്റവും കുറവ് ഹാജർ നിലയുള്ളത് ഈ രാഹുൽ ഗാന്ധി. ലോക്സഭയിൽ പോകാറില്ല. അതാണ് ഇതിനകത്തെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പണി അപ്പം മതിയാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത്.